ആദ്യം ഞാൻ ബി റജിയിലേക്ക് പോകുകയാണ്. ശ്രീ ബി റജി, വി ഡി സതീശൻ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ പറഞ്ഞത് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, മതേതരത്വത്തിന്റെ വെള്ളരിപ്രാവുകളായി മാറിയിരിക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. നാളുകളധികം കഴിഞ്ഞിട്ടില്ല, വി ഡി സതീശന്റെ വാക്കുകൾക്ക് പോലും പുല്ലുവില എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ നിലയിലാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം. അവർ ഇതാ മൗദൂദിയൻ ആശയങ്ങളിൽ നിന്നും ഞങ്ങൾ അണ്ണൂകീട വ്യതിചലിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, മൗദൂദിയൻ ആശയങ്ങൾ എന്താണ് എന്നത് പുതുതലമുറയ്ക്കും പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുത്തുന്ന നിലയിൽ കേരളത്തിലാകമാനം ചർച്ചാ സംവാദ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടരെ വരുന്ന തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയിൽ നാളുകളിൽ UDF-നൊപ്പം കൂട്ടാനുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുകയാണ് UDF എന്ന് അടൂർ പ്രകാശ് പറയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ നാടിന്റെ മതേതരത്വത്തെയല്ലേ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ മതനിരപേക്ഷതയെ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഒരിക്കലും വെല്ലുവിളിച്ചിട്ടില്ല. അസിത, ഒരു കാര്യം മനസ്സിലാക്കണം. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിനെ സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി സുദീർഘമായ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ ജനവിഭാഗങ്ങളാണ് പങ്കെടുത്തത്. അത് വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതീതമായിട്ടൊരു ഒറ്റ ഇന്ത്യക്ക് വേണ്ടിയാണ് അവരെല്ലാം ചലിച്ചതും അതിനുവേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയതും ആ സമരത്തിൽ ത്യാഗം സഹിച്ചതും നഷ്ടം സഹിച്ചതും ഒക്കെ. കോൺഗ്രസിന് ഒരു ലക്ഷ്യമാണുള്ളത്, എല്ലാവരെയും തുല്യരായി കാണുക, ഈക്വാളിറ്റി, സെക്കുലറിസം, സോഷ്യലിസം, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഡെമോക്രസി. ആ മഹത്തായ തത്വങ്ങൾക്ക് വേണ്ടിയാണ് മഹത്തായ ഈ കോൺഗ്രസ് പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രസ്ഥാനം എക്കാലവും നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ അസിതയ്ക്കറിയാമല്ലോ, ഇന്ത്യയിലെ 43 ലക്ഷം ജാതികളും ഉപജാതികളും ഇന്ത്യയിലുണ്ട്. ഈ മഹത്തായ ഇന്ത്യയിൽ ഈ എല്ലാ ജാതി മത വിഭാഗങ്ങളോടും തുല്യമായ രാഷ്ട്രീയ അകലം പാലിക്കുകയും എല്ലാവരുടെയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പ്രയോജനം ചെയ്യുവാൻ വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി അങ്ങേയറ്റം കഠിനമായി കഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. മതവിഭാഗങ്ങളുമായി തുല്യതയാണ് എല്ലാവരോടും ഉള്ളത്. സെക്കുലറിസമാണ് അടിസ്ഥാന ഘടകം. അത്തരത്തിലുള്ള കോൺഗ്രസിനെ ഏതെങ്കിലും ഒരു വർഗീയ പാർട്ടിയോ അതിൻ്റെ നയങ്ങളുമായിട്ടോ ചേരുകയല്ല, മറിച്ച് കോൺഗ്രസ് പിന്തുടരുന്ന ആശയങ്ങളെ, നയങ്ങളെ അതിൽ ആകൃഷ്ടരായി കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് ചേർന്ന ഏത് മതവിഭാഗത്തിലുള്ളവരായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരായാലും അവരുടെ വോട്ട് കോൺഗ്രസ് സമാഹരിക്കും. അതിലൊരു തെറ്റുമില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ മഹത്തായ ഉദ്യമത്തിലാണ് കോൺഗ്രസ് ഏർപ്പെട്ടിട്ടുള്ളത്. താങ്കളുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാകാത്ത ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടില്ല കോൺഗ്രസ്, കാരണം അവർ ഒരു വർഗീയവാദ മതവാദ സംഘടനയാണ് എന്നതാണോ, അതോ ഈ നിലയിൽ മതവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടായാലും ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നതാണോ കോൺഗ്രസിന്റെ ലൈൻ? കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി അവർ കോൺഗ്രസിൻ്റെ നയസമീപനങ്ങളിൽ ചേർന്നു നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അവരുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ ഒരു തടസ്സമില്ല. ഏതെങ്കിലും തരത്തിൽ അവരുമായി ഏതെങ്കിലും കൂട്ടുകൂടുന്നതുമായിട്ടുള്ള ചർച്ചകളൊന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നടന്നിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുടെ പലപ്പോഴും അവർ UDF-നെ സഹായിച്ചിട്ടുണ്ട്. 2019 ശേഷം ഒരു കാര്യം അസിത മനസ്സിലാക്കണം, 1996 മുതൽ 2018 വരെ അവരുടെ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി പല സ്ഥാനങ്ങളും നേടിയിട്ടുള്ള, വോട്ടിൽ വിജയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ അങ്ങ് രാഷ്ട്രവാദം ഉയർത്തുന്നുവെന്നും അങ്ങേയറ്റം വർഗീയത വളർത്തുന്നു എന്നും ഒക്കെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറയുമ്പോഴാണ് രാഷ്ട്രീയ രംഗത്തെ ഇരട്ടത്താപ്പ് ഏറ്റവും കൂടുതൽ നമുക്ക് വ്യക്തമാകുന്നത്. ശരി, ബി റജി, അതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നിലപാട് എന്താണ് എന്നത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ വിശദീകരിക്കും. എനിക്കിപ്പോൾ അറിയേണ്ടത് കോൺഗ്രസിന്റെ നിലപാടാണ്. ശ്രീ ബി റജി, ഒരിക്കൽ കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രീയവാദി അല്ല, അങ്ങനെ ഒരു കക്ഷിയല്ല എന്ന് പറഞ്ഞു വെക്കാനാണ് താങ്കൾ ശ്രമിക്കുന്നത്. ഇനി താങ്കൾ അതല്ല ശ്രമിക്കുന്നതെങ്കിലും വി ഡി സതീശൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ്, ഇതിനോടകം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മതേതര കക്ഷിയാണ് അത്രേ ജമാഅത്ത് ഇസ്ലാമി. പക്ഷേ രൂപീകൃതമാകുന്ന സമയത്ത് അവർക്ക് കൃത്യമായ ആശയമുണ്ട്, അജണ്ടയുണ്ട്. അത് മൗദൂദിയൻ ആശയമാണ്, അത് മതരാഷ്ട്രവാദമാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ അതിൽ നിന്നും തെല്ല് പോലും പിന്നോട്ട് പോകുന്നതായി അവർ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ ആ കക്ഷിയെ എങ്ങനെയാണ് കോൺഗ്രസ് ലൈൻ എന്ന് താങ്കൾ തന്നെ മുൻപ് വിശേഷിപ്പിച്ച ആ ലൈനിലേക്ക് ചുരുക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഒരു തരത്തിലുള്ള വർഗീയവാദത്തെയും അംഗീകരിക്കുന്നതല്ല. ഒരു തരത്തിലുള്ള സങ്കുചിത ചിന്താഗതിയെയും കോൺഗ്രസ് പ്രസ്ഥാനം അംഗീകരിക്കില്ല. ശരി, അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള വർഗീയ ചിന്താഗതികളെയും അംഗീകരിക്കാത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്ര സംഘടനയല്ല എന്ന് എങ്ങനെ പറയാൻ സാധിച്ചു?
അത് അവരാണ് പ്രഖ്യാപിക്കേണ്ടത്. അവർ മതരാഷ്ട്രവാദം, താങ്കൾ പറഞ്ഞതാണ് പോയിന്റ്, അത് അവരാണ് പ്രഖ്യാപിക്കേണ്ടത്. അവർ പോലും പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ വി ഡി സതീശൻ പ്രഖ്യാപിച്ചു? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടി ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട് വിശ്വസതയും കൂറും പുലർത്താമെന്നും അങ്ങേയറ്റം ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളിൽ ഉറപ്പ് പറയാമെന്നും ഇന്ത്യയുടെ ഭരണഘടനാ ദത്തമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തങ്ങൾ പങ്കുകൊള്ളാമെന്നും ജനപ്രാതിനിധ്യ നിയമം 29A പ്രകാരം ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പോലെ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ വെൽഫെയർ പാർട്ടിക്ക് ഒരു തടസ്സവുമില്ല. ജനാധിപത്യ പ്രക്രിയയിൽ അവർക്ക് പങ്കാളികളാകാം. പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്ത്യയുടെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും തുല്യതയിലും അവർ അങ്ങേയറ്റം അവർ പ്രതിബദ്ധത കാട്ടുകയും, അല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും അങ്ങനെ കാട്ടണം. ഹെയ്റ്റഡ് പാടില്ല. തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആണ് അവർ പുലർത്തേണ്ടത് എന്നുള്ളതും വ്യക്തമാക്കുന്ന തരത്തിലാണ് നമ്മുടെ ഭരണഘടനയിൽ അത് വ്യക്തമാക്കി. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP. മാത്രമല്ല ഇതാ അവർ തുടർച്ചയായി ഇന്ത്യ ഭരിക്കുകയും ചെയ്യുന്നു. BJPയുടെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അവർ വർഗീയത മുന്നോട്ട് വെക്കുന്നവരാണോ? അത് നയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവരോട് എതിർക്കുന്നത്. അവർ വർഗീയത പറയുമ്പോൾ അതിശക്തമായി കോൺഗ്രസ് എതിർക്കുന്നില്ലേ? ഇപ്പൊ ദേശീയ തലത്തിൽ BJPയെ അതിശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? കോൺഗ്രസ് നേതാക്കളൊക്കെയും പറയുന്നത് കേൾക്കുന്നത് BJP അത് നാടിനെ ഭിന്നിപ്പിക്കുന്നു, വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. എങ്ങനെയാണ് RSSലൂടെ? ആ നിലപാട് ഇപ്പോഴും ഉണ്ടോ കോൺഗ്രസിന്? അത് അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ? നോക്കൂ, 77-ൽ ജനസംഘത്തിനോടൊപ്പം ചേർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇവിടെ വർഗീയമായി നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനും ഇവിടെ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുമ്പോഴും മതേതരത്വത്തിന് ഭീഷണി ഉയർത്തുമ്പോഴും അതിനെതിരെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒറ്റക്കെട്ടായി പോരാടുന്നത് ആരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അതിന്റെ പ്രവർത്തകരുണ്ട്. ഈ പാർലമെന്റിൽ അറിയാമല്ലോ, രാഹുൽ ഗാന്ധിയുടെ ധീരമായ പോരാട്ടങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ നയ സമീപനങ്ങൾക്കെതിരെ അവർ ഛിദ്രമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതിശക്തമായ ആക്രമണമാണ് കോൺഗ്രസ് നടത്തുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ തന്നെ പറയുന്നത് ഒന്ന് കേട്ടുവരാം. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടുമുണ്ട്. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടുമുണ്ട്. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ശ്രീ ബി റജി കേട്ടല്ലോ അല്ലേ? ഇസ്ലാമിക രാഷ്ട്രം, മതരാഷ്ട്രം വരണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്നത് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ. ഇനി പറയൂ, ജമാഅത്തെ ഇസ്ലാമിയുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? നോക്കൂ, മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടായി കാണണം നാം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മതത്തെ ഉപയോഗപ്പെടുത്തരുത്, അല്ലെങ്കിൽ മതം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ നേട്ടത്തിനായി അതിനെ ഉപയോഗപ്പെടുത്തരുത്. അതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. അതായത് സെക്കുലറിസം, ഇന്ത്യയിലെ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മതേതരത്വം. ഇവിടെ അവർക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അവരുടെ മതം വ്യക്തിപരമായ അഭിപ്രായമല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ലക്ഷ്യം, പ്രഖ്യാപിത നയം. അതിലൂന്നിയാണ് ജമാഅത്തെ ഇസ്ലാമി തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അതിലൂന്നിയാണ് അവർ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. അതിലൂന്നിയാണ് അവർ സോളിഡാരിറ്റി എന്ന സംഘടന പോലും പടുത്തുയർത്തിയിട്ടുള്ളത്. പ്രഖ്യാപിത നയം, താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരിക്ക് പോറലേൽപ്പിച്ചുകൊണ്ട് മതരാഷ്ട്രം ഉയർത്തണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് തരത്തിലുള്ള ജനാധിപത്യ മുഖമാണ് കോൺഗ്രസിനെ ആകർഷിച്ചത് ശ്രീ ബി റജി? ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ അവർ ഏത് മതവിഭാഗങ്ങളുമായിക്കൊള്ളട്ടെ ഒരു തരത്തിലുള്ള തീവ്രവാദത്തെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. ഒരു തരത്തിലുള്ള വർഗീയതയെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. രണ്ട് വാദങ്ങൾ തമ്മിൽ ചേരണ്ടേ? ഒരു തരത്തിലുള്ള മത തീവ്രവാദത്തെയും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെങ്കിൽ മതരാഷ്ട്രം നിലവിൽ വരണമെന്ന് പറയുന്ന ഒരു സംഘടനയോട് നിങ്ങൾക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കും? അവർ കോൺഗ്രസിന്റെ ആശയങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമാണ് കോൺഗ്രസിനോടൊപ്പം ചേരാൻ കഴിയുക. അത് എത്തി എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ അവർ ഇപ്പോൾ മതനിരപേക്ഷ ചേരിയിലാണ് എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്, നിലമ്പൂരിൽ അവരുടെ വോട്ട് വാങ്ങിയത്?
നോക്കൂ, നിലമ്പൂർ അത് രാഷ്ട്രീയമായിട്ട് ഈ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള മതസംഹിതകളിലുള്ള അവരുടെ വിശ്വാസ പ്രമാണത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കരുത്. ഇവിടെയാണ് വിഷയം. നമ്മൾ രാഷ്ട്രീയത്തെയും മതത്തെയും രണ്ട് ഭാഗങ്ങളായി കാണണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഒരു തരത്തിലുള്ള വർഗീയവാദത്തെയും സങ്കുചിത ചിന്താഗതിയെയും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള സമീപനം അത് തന്നെയാണ്. ഞാൻ മടങ്ങി വരാം